കുട്ടികളില്ലാത്ത ഒരു ചികിത്സക്കായി എത്തുമ്പോഴേ പൊതുവെ സ്ത്രീകളിൽ ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് AMH എന്നുള്ളൊരു ഹോർമോൺ ടെസ്റ്റ്. പ്രായം കൂടിയ ആൾക്കാർ, അത് 25 കഴിയുമ്പോൾ അല്ലെങ്കിൽ 30 ഒക്കെ എത്തുമ്പോഴേക്ക് കൂടുതൽ ആൾക്കാർക്കും ചെയ്യാറുണ്ട് AMH. അതല്ല, കുറേ കാലമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരും AMH ഹോർമോൺ ടെസ്റ്റ് ചെയ്യാറുണ്ട്. പൊതുവെ വരുന്ന പേഷ്യൻസിന് കൂടുതൽ കേട്ടിട്ടുണ്ടാവും ആ ഹോർമോൺ, ആൻറ്റി മുള്ളേറിയൻ ഹോർമോണിനെ കുറിച്ച്. അപ്പോൾ ഇതിൻ്റെ ഇത് കുറവാണ്, അതുകൊണ്ട് കൂടുതൽ ആളും ഇത് IVF ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വളരെ റെയർ കേസുകൾ അത് കൂടാറുണ്ട്. പക്ഷേ AMH എന്താണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുമ്പോഴും പലർക്കും ട്രീറ്റ്മെൻറ്റിലൊരു വിമുഖത കാണിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് AMHനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. AMH എന്ന് പറഞ്ഞാൽ ആൻറ്റി മുള്ളേറിയൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് അണ്ഡാശയത്തിൽ നിന്നുള്ള അണ്ഡം ഉണ്ടാക്കുന്ന കോശങ്ങളിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം AMH വാല്യൂ നോക്കുമ്പോൾ അത് കുറവാണ്. ഏജ് അനുസരിച്ച്, പ്രായം അനുസരിച്ച് അത് കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നമ്മൾ ജനിക്കുമ്പോൾ വളരെ കൂടുതൽ ദശലക്ഷക്കണക്കിന് അണ്ഡം ഉണ്ടാവും ഗർഭാത്രത്തിലിരിക്കുന്ന സമയത്ത്. അതിനുശേഷം ജനിക്കുമ്പോൾ അത് വീണ്ടും കുറയും. ഫസ്റ്റ് പീരീഡ്സ് ആകുമ്പോൾ വീണ്ടും കുറഞ്ഞ് ഏകദേശം ഒരു ആവറേജ് ഒരു 400-500 അണ്ടാണ് ഒരു സ്ത്രീയിൽ ഉണ്ടാവുക. അപ്പോൾ ഓരോ പീരീഡ്സിന് അണ്ടത്തിൻ്റെ അളവ് കുറഞ്ഞു വരും. അതനുസരിച്ച് ഏജ് അനുസരിച്ച് അത് കുറഞ്ഞു വരും. ഒരു ആവറേജ് കണക്കാണ് ഇത്രയും പറയുന്നത്. ചില ആൾക്കാർക്ക് അത് നേരത്തെ കുറയാം. ചില ആൾക്കാർക്ക് ഒരു 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ 35 ആകുമ്പോഴേക്ക് വളരെ കുറഞ്ഞു വരാം. എല്ലാവർക്കും അങ്ങനെയല്ല, പൊതുവായിട്ടുള്ള ഒരു കാര്യം പറയാം. അതുകൊണ്ട് തന്നെ AMH കുറയുമ്പോൾ അതിൻ്റെ അർത്ഥം അണ്ഡാശയത്തിലുള്ള അണ്ടത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു എന്നാണ്. അതേപോലെ അതിൻ്റെ ക്വാളിറ്റി മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അണ്ടത്തിൻ്റെ അളവ് കുറയുന്നതനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി മോശമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പിന്നെ ട്രീറ്റ് ചെയ്ത് അതിനെ പഴയ പോലെ നോർമലാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു മെഡിസിൻ കണ്ടുപിടിച്ചിട്ടില്ല. അണ്ഡാശയത്തിലെ AMH കുറഞ്ഞ AMHൻ്റെ വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് പുതിയ മെഡിസിൻസ് ഒന്നുമില്ല. പിന്നെ ചില മെഡിസിൻസ് ഉണ്ട്, അത് അണ്ടത്തിൻ്റെ ക്വാളിറ്റിയെ മെച്ചപ്പെടുത്തും എന്നല്ലാതെ നമ്പർ ഓഫ് എഗ്ഗ് കൂട്ടില്ല. ഇപ്പോൾ ഒരാൾക്ക് 5 എഗ്ഗ് ഉണ്ടെന്ന് കരുതുക, അത് മരുന്ന് കുറേ കഴിച്ചുകൊണ്ട് അത് 6-7 ഒന്നും ആവില്ല. അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളത് മാത്രമാണ്. ഞാനിത് പറയാൻ കാരണം, പലരും OPയിൽ വരുമ്പോൾ വളരെ കുറഞ്ഞ വാല്യൂ AMH ഉണ്ടാകുമ്പോൾ നമ്മളതിൻ്റെ ഒരു സീരിയസ്നെസ് പറയുമ്പോൾ അത് പൊതുവെ നമ്മളെന്തോ വേണ്ടത് പറഞ്ഞു എന്ന പോലെ, അല്ലെങ്കിൽ അത് ശരിയായില്ല, അതല്ല, അങ്ങനെയല്ല, കുഴപ്പമൊന്നുമില്ലല്ലോ, പീരീഡ്സ് കറക്റ്റ് ആണല്ലോ, പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്നുള്ള ഒരു ഇതിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ വീണ്ടും മെഡിസിൻ സാധാരണ സ്റ്റിമുലേഷൻ ചെയ്തിട്ട് പിന്നെ ഗുളിക കഴിച്ച് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഏജ് ഇങ്ങനെ പ്രായം കൂടി വരികയും പിന്നെ അവർ ലാസ്റ്റ് എത്തുമ്പോൾ ഒരു 35 കഴിയുമ്പോൾ അപ്പോൾ IVFനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കിട്ടുന്ന അണ്ടത്തിൻ്റെ എണ്ണം കുറവായിരിക്കും, അതിൻ്റെ ക്വാളിറ്റി മോശമായിരിക്കും, അതുകൊണ്ട് തന്നെ റിസൾട്ട് മോശമായിരിക്കും. അതുകൊണ്ട് സ്ത്രീകളുടെ പ്രത്യേകിച്ച് പറയാനുള്ളത്, എല്ലായ്പ്പോഴും AMH എന്നല്ല, ഞാൻ ഒരു 21 വയസ്സിൽ AMH 0.5 കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തത് IVF വില്ലിംഗ് ആയിട്ട് ട്വിൻസൊക്കെ ഉണ്ടായ കേസുകളുണ്ട്. പറഞ്ഞു വരുന്നത്, പക്ഷെ അതും ഏജ് കൂടുന്നു പ്ലസ് AMH കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതിനെ വീണ്ടും ഇങ്ങനെ കാത്തിരുന്ന് സമയം കളയാതെ എത്രയും പെട്ടെന്ന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പോളിസിസ്റ്റിക് ഓവറിയിലാണ് പൊതുവേ AMHൻ്റെ വാല്യൂ കൂടുതലായിട്ട് കാണാം. അതിന് കുറേയധികം സിസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ AMH വാല്യൂ കൂടുതലും, അതുകൊണ്ട് എല്ലാ അണ്ടും ക്വാളിറ്റിയും മെച്ചപ്പെടും എന്നല്ല പോളിസിസ്റ്റിക് ഓവറി ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുക. AMH വാല്യൂ പിന്നെ അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. മെയിനായിട്ട് നമ്മൾ നോക്കുന്ന സ്ത്രീകളൊന്ന് ഏജാണ്, പ്രായം. രണ്ടാമത് ആൻഡ്രൽ ഫോളിക്കൽ കൗണ്ട് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ പീരീഡ്സ് ആയിട്ട് 2-3 ദിവസമൊക്കെ ആയിട്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ എത്രത്തോളം ചെറിയ അണ്ടങ്ങൾ അതിൽ കാണുന്നുണ്ട്. മൂന്നാമത്തത് പിന്നെ ഈ AMHൻ്റെ വാല്യൂ ആണ്. പിന്നുള്ളത് FSH ആണ്. FSH സ്റ്റഡികളൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവാം. എന്നാലും പിന്നെ ആ വാല്യൂ ഒക്കെയാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് AMHന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുക്കുക, കുറച്ച് കൂടുതൽ അതിൻ്റെ ഗൗരവത്തോടെ കാണുകയും ചെയ്യാം.